Hey everyone, welcome back. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ 2022യുടെ ആദ്യത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് മേക്കപ്പ് ബ്രഷസിനെ കുറിച്ചാണ്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ മേക്കപ്പ് തുടങ്ങാൻ താല്പര്യമുണ്ട്, എന്ത് ബ്രഷ് വാങ്ങിക്കണമെന്ന് അറിയില്ല, ഓക്കെ, ആ ബ്രഷിനെ എന്ത് വിളിക്കണം, പേര്, എല്ലാ ബ്രഷസിനും പേരുണ്ടാവുമല്ലോ, അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യണം എന്നറിയില്ല, അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, കറക്റ്റ് നമ്മൾ ഓരോ ബ്രഷും എന്തിനാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ വളരെ ബേസിക്കായിട്ട് ഒരു 6 ബ്രഷസ് മാത്രമേ പറയുന്നുള്ളൂ. വളരെ ബേസിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ, ഫുൾ മേക്കപ്പ് ചെയ്യാൻ പറ്റിയ 6 ബ്രഷസ്. ഈ ബ്രഷസ് എല്ലാം തന്നെ പാക്കിൽ നിന്നുള്ള ബ്രഷസാണ്. പിന്നെ അതിൻ്റെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ബ്രഷസ് ഉണ്ടെങ്കിൽ അതും ഞാൻ പറയുന്നുണ്ട്. കാരണം എൻ്റെ കയ്യിൽ അഫോർഡബിൾ ബ്രഷസും ഉണ്ട്, പാക്കിൻ്റെ ബ്രഷസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബിഗിനറാണ്, പഠിക്കാൻ വേണ്ടി വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ എൻ്റെ കയ്യിൽ അഫോർഡബിൾ റേഞ്ച് മുതൽ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ബ്രഷും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ബ്രഷസ് വന്നിട്ട് പാക്കിൻ്റെ ബ്രഷസാണ്. ബട്ട് എൻ്റെ കയ്യിലുള്ള അഫോർഡബിൾ ബ്രഷസിൽ ഇതേ ഞാൻ പറയുന്ന അതേ ബ്രഷിൻ്റെ മോഡൽ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ ബ്രഷ് ഞാൻ കാണിച്ചു തരും, എവിടെ നിന്നാണ് വാങ്ങിക്കണമെന്നും കൂടെ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് ബ്രഷ് കിറ്റ് എന്ന് പറയുന്നത്. പാക്കിൻ്റെ ആണ്, കംപ്ലീറ്റ് മേക്കപ്പ് ബ്രഷിൻ്റെ ഒരു കിറ്റാണിത്. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. മേക്കപ്പിൽ പ്രത്യേകിച്ച് റൂൾസും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടേതായ രീതിയിൽ, നിങ്ങളുടെ കൺവീനിയൻ്റ് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പറയുകയാണ് ഈ ബ്രഷ് ഇന്ന കാര്യത്തിന് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞാൽ നോ, അത് നിങ്ങളുടെ കൺവീനിയൻ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റം വരുത്താം. ഓക്കെ, അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഒരു മേക്കപ്പ് ലുക്കിന് ഫൗണ്ടേഷൻ മുതൽ നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പ് ഏതാണോ അതുവരെ ഏതൊക്കെ ബ്രഷസ് യൂസ് ചെയ്യാമെന്നാണ് പറയാനായിട്ട് പോകുന്നത്. 5 ബ്രഷസേ പറയുന്നുള്ളൂ. കംപ്ലീറ്റ് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന 5 ബ്രഷസ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ബ്രഷ് വന്നിട്ട് ഈ കാണുന്ന ഒരു ബ്രഷാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇതിൻ്റെ മോൾ ഭാഗം വന്നിട്ട് കറക്റ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഡോം ഷേപ്ഡ് ഒന്നും അല്ല, ആംഗുലർ ബ്രഷ് അല്ല, കറക്റ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കറക്റ്റ് ഫ്ലാറ്റ് ബ്രഷാണ്. നിങ്ങൾക്ക് ഇതിൽ കുറച്ച് മേക്കപ്പ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാനിത് വാഷ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അത് മേക്കപ്പ് ഉള്ളത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഫ്ലാറ്റ് ആയിട്ടായിരിക്കും ഈ ബ്രഷ് ഇരിക്കുന്നത്. ഇതിൻ്റെ പേര് വന്നിട്ട് കബൂക്കി ബ്രഷ് എന്നാണ്. ഇത് പാക്കിൻ്റെ തന്നെ ബ്രഷാണ്. പാക്കിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഓക്കെ, ഇത് മറ്റേ ആ സെറ്റിൽ ഉണ്ടായിരുന്ന ബ്രഷാണ്. ബട്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഈ ഒരു ബ്രഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫൗണ്ടേഷൻ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ബ്രഷസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫ്ലാറ്റ് ബ്രഷ് കാണാനായിട്ട് പറ്റും, കബൂക്കി ബ്രഷ് ഇത് കാണാനായിട്ട് പറ്റും, ബഫ ബ്രഷ് എന്ന് പറഞ്ഞ് കാണാനായിട്ട് പറ്റും, സ്റ്റിപ്ലിംഗ് ബ്രഷ് എന്ന് പറഞ്ഞ് കാണാനായിട്ട് പറ്റും. ബേസിക്കലി നിങ്ങൾക്ക് ഈ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ ഫൗണ്ടേഷൻ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. കുറച്ചും കൂടെ എന്താ പറയുക, നല്ലൊരു ഫിനിഷ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലർക്ക് സ്പഞ്ചും കൂടെ യൂസ് ചെയ്യേണ്ടി വരും. അത് നിങ്ങളുടെ ഒരു ഇഷ്ടം പോലെ മാറ്റങ്ങളൊക്കെ വരുത്താം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പഞ്ചും കൂടെ യൂസ് ചെയ്യണം. ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് അപ്ലൈ, ഇങ്ങനെയാണ് നമ്മൾ ഇത് വെച്ചിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പഞ്ച് വെച്ചും കൂടെ ഒരു ഫിനിഷിങ് ടച്ച് പോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബ്രഷ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. കൺസീലർ അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതൊരു ഫ്ലാറ്റ് ബ്രഷാണ്, ഡോം ഷേപ്ഡ് ആണ്, കണ്ടോ, ഫ്ലാറ്റ് ബ്രഷാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം. പിന്നെ കളർ കറക്റ്റർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് വെച്ച് കളർ കറക്റ്ററും അപ്ലൈ ചെയ്യാം. കറക്റ്റ് നമുക്ക് എവിടെയാണോ കൺസീലർ അപ്ലൈ ചെയ്യേണ്ടത് അവിടെ നമുക്ക് കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനും അപ്ലൈ ചെയ്യാനും ഇതുകൊണ്ട് പറ്റും. സോ ഇതാണ് നെക്സ്റ്റ് ബ്രഷ് എന്ന് പറയുന്നത്. ഇതും പാക്കിൻ്റെ തന്നെ ബ്രഷാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്തു, ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു, ഇനി നമ്മൾ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൗഡർ യൂസ് ചെയ്യണം. അപ്പോൾ പൗഡർ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു പൗഡർ ബ്രഷ് യൂസ് ചെയ്യണം. ഈ പൗഡർ ബ്രഷ് എന്ന് പറയുന്നത് നമ്മൾ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്ന പോലെ മൾട്ടി പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു പൗഡർ ബ്രഷ് നമുക്ക് പൗഡർ അപ്ലൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം, ബ്ലഷ് അപ്ലൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം, കോൺടോർ ചെയ്യാൻ യൂസ് ചെയ്യാം, ബ്രോൺസർ അപ്ലൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, ഇത് കുറച്ച് ഡെൻസ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്ന ഒരു ബ്രഷാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് വന്നിട്ട്, കണ്ടോ, ഇവിടെ ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ റൗണ്ട് അല്ല, ഫ്ലാറ്റാണ്. ഇവിടെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ, കറക്റ്റ് ഫ്ലാറ്റ് അല്ല, ചെറുതായിട്ടൊരു ഡോം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അങ്ങനത്തെ ഒരു ഷേപ്പാണ്. ഓക്കെ, ഇത് നമുക്ക് കോൺടോർ ചെയ്യുമ്പോഴത്തേക്കും ലൈക്ക് ഇവിടെ ഫ്ലാറ്റ് ആണ്, നമുക്ക് ഇവിടെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ
ഇങ്ങനെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് ഈ ഒരു ഇതിൽ നമുക്ക് കിട്ടും. ഈ രീതിയിൽ നമുക്ക് കോൺടൂർ ചെയ്യാനും ഇവിടെ ബ്രോൺസർ അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും. ബ്ലഷ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ബ്ലഷ് അപ്ലൈ ചെയ്യാം. ഓക്കെ, കറക്റ്റ് നമുക്ക് പ്രിസൈസ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നിങ്ങൾ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അത് നമ്മളെ കംപ്ലീറ്റ് ലുക്ക് തന്നെ മാറിപ്പോവും. സോ ഇതാണ് നെക്സ്റ്റ് ബ്രഷ് എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് പാക്കിൻ്റെ ആ ഒരു സെറ്റിൽ ഇങ്ങനെ ഒരു ഡെൻസ് പാക്ഡ് പൗഡർ ബ്രഷ് കിട്ടും. ഇത് വെച്ചിട്ട് നമ്മൾ ബ്ലഷും കോണ്ടൂറും ഒക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ കറക്റ്റ് അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്പ്രെഡായി പോവും. സോ ബെറ്റർ ഈ ഒരു കുഞ്ഞു ബ്രഷ് യൂസ് ചെയ്യാനാണ് നല്ലത്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു ബ്രഷ് വാങ്ങിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, ഞാൻ ഇതിൻ്റെ തന്നെ അഫോർഡബിൾ റേഞ്ചിലുള്ള പ്രോഡക്റ്റ് കാണിച്ചു തരാം. ഇത് പാക്കിൻ്റെ ബ്രഷാണ്. ഇത് സാധാരണ ഒരു ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു ബ്രഷാണ്. ഇതും ഡെൻസ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്ന ബ്രഷാണ്. ഞാനിത് പൗഡർ സെറ്റ് ചെയ്യാനും ബ്ലഷ് അപ്ലൈ ചെയ്യാനും നമ്മുടെ കോണ്ടോർ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യും. ഇത് ഇങ്ങനെ പിടിച്ചിട്ട് കോണ്ടോർ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇവിടെ ബ്രോൺസർ അപ്ലൈ ചെയ്യാം. എന്ത് വേണമെങ്കിലും നമുക്ക് ഇത് വെച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതിന് വലിയ വിലയൊന്നുമില്ല. ഇതും മറ്റേ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, കംപ്ലീറ്റ് ഒരു സെറ്റായിട്ട് കിട്ടുന്ന വളരെ വിലക്കുറവിൽ കിട്ടുന്ന ഒരു മേക്കപ്പ് ബ്രഷ് സെറ്റാണ്. അതിലുള്ളൊരു പൗഡർ ബ്രഷാണ്. അതിൽ വളരെ കുറച്ച് ബ്രഷസ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അതിലൊരു ബ്രഷാണ് ഇത്. ഓക്കെ, അപ്പോൾ അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഐ മേക്കപ്പ് ബ്രഷാണ്. അതിൽ 2 ബ്രഷസാണ് പറയാനായിട്ട് പോകുന്നത്. ടോട്ടൽ 5 മേക്കപ്പ് ബ്രഷസാണ് നമ്മൾ ഈ വീഡിയോയിലേ പറയുന്നത്. അതിൽ 2 എണ്ണം ഐ മേക്കപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാനും ബ്ലെൻഡ് ചെയ്യാനും പറ്റും. ഇത് കുറച്ചും കൂടെ എന്താ പറയുക, ഒരു ഡോം ഷേപ്പിലാണ് ഇരിക്കുന്നത്. നമുക്ക് എന്താണ് കറക്റ്റ് ഇപ്പോൾ ഇവിടെ കോൺടോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇവിടെ തന്നെ കോൺടോർ ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഭയങ്കര ഫ്ലഫി അല്ല. ഞാൻ ഫ്ലഫി ബ്രഷ് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. ഈ കാണുന്ന ഒരു ബ്രഷ് വന്നിട്ട് കുറച്ചും കൂടെ ഫ്ലഫി ആയിട്ടിരിക്കുന്ന ഒരു ബ്രഷാണ്. ബട്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ അത്ര ഫ്ലഫി അല്ല. ഇത് ഫ്ലഫി ബ്രഷാണ്, ഇത് അത്ര ഫ്ലഫി അല്ല. ഓക്കെ, ഇത് കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രഷാണ്. ഇത് കുറച്ചുകൂടെ ഫ്ലഫി ആയിട്ടിരിക്കുന്ന ഒരു ബ്രഷാണ്. നമുക്ക് ബ്ലെൻഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ടാണ് ഞാൻ ഈ ഒരൊറ്റ ബ്രഷ് പറയുന്നത്. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അപ്ലൈ നമുക്ക് പ്രോഡക്റ്റ് എടുത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്യാനും പറ്റും, ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. 2 കാര്യത്തിന് നമുക്കിത് യൂസ് ചെയ്യാം. ഫ്ലഫി ബ്രഷ് ആണെങ്കിൽ നമുക്ക് എന്താ പ്രോഡക്റ്റ് പ്ലേസ്മെൻറ്റും ബ്ലെൻഡിങ്ങും കൂടെ 2 കൂടെ ഒന്നിച്ച് നടക്കത്തില്ല. നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബട്ട് പ്രോഡക്റ്റ് പ്ലേസ്മെൻറ്റ് ഭയങ്കര പാടായിരിക്കും. നമ്മളിപ്പോൾ ചെറിയൊരു കണ്ണാണെങ്കിൽ അവിടെ ഇത്രയും വലിയൊരു ഫ്ലഫി ബ്രഷ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് അത്രയും പോർഷനിൽ ഉണ്ടാവും. പിന്നെ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മേലേക്ക് കയറിപ്പോവും. ഓക്കെ, അപ്പം അതുകൊണ്ട് ഈ ഒരു ബ്രഷാണ് വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഇങ്ങനെ ഒരു എന്താണ് ഫ്ലാറ്റ് ബ്രഷ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു ബ്രഷാണ്. ഇത് നമുക്ക് ഈ ഒരു പോർഷനിൽ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കണ്ണിൻ്റെ അടിയിൽ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയും ചെയ്യാം. അങ്ങനത്തെ ഒരു ബ്രഷാണ് ഇത്. അങ്ങനെ 2 ഐ ഷാഡോ ബ്രഷസാണ് നമ്മൾ ഐ ഷാഡോയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യണേ. അടുത്ത് വന്നിട്ട് ഞാൻ ഒരു 2-in-1 ബ്രഷാണ് കാണിക്കാനായിട്ട് പോകുന്നത്. ഇത് പാക്കിൻ്റെ ബ്രഷ് അല്ല, ഇത് അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു ബ്രാൻഡാണ്. ഇതാണ് ബ്രഷ്. മസ്ക് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ നിന്ന് ഞാൻ വാങ്ങിച്ചൊരു ബ്രഷാണ്. ഇതിൻ്റെ മേലെ നോക്കിക്കഴിഞ്ഞാൽ ഇത് വന്നിട്ട് ഒരു ആംഗുലർ ബ്രഷാണ്. ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന ബ്രഷിനെ നമ്മൾ ആംഗുലർ ബ്രഷ് എന്ന് വിളിക്കും. കണ്ടോ, ഒരു ചരിവുണ്ടോ? ഇതിനെ നമ്മൾ ആംഗുലർ ബ്രഷസ് എന്നാണ് വിളിക്കുന്നത്. ഇത് സ്പൂളി ബ്രഷാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഐബ്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്പൂളി ബ്രഷ്. ഇത് നമുക്ക് ഐബ്രോസ് ചെയ്യാം. ഓഫ് കോഴ്സ് ഇത് നമുക്ക് ഐബ്രോസ് ഇങ്ങനെ പ്രിസൈസായിട്ട് നമുക്കിങ്ങനെ വരച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം ഇത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചീകി കൊടുക്കാം. ഓക്കെ, ഇത് വന്നിട്ട് നമുക്ക് ഈ ഒരു ആംഗുലർ ബ്രഷ് നമുക്ക് ഐ ലൈനർ അപ്ലൈ ചെയ്യാനും യൂസ് ചെയ്യാം. നമ്മുടെ ജെൽ ഐ ലൈനേഴ്സ് ഇല്ലേ, അത് അപ്ലൈ ചെയ്യാനും യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ഇപ്പം പൗഡർ ഷാഡോസ് ഉണ്ടല്ലോ, ഐ ഷാഡോസ്, അത് വെച്ചിട്ട് നമുക്കൊന്ന് സ്മൾഡ് ലുക്ക് വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഇത് വെച്ച് ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രത്യേകിച്ച് റൂൾസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ 5 ബ്രഷസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബിഗിനേഴ്സിന് ആവശ്യമായിട്ടുള്ള 6 മേക്കപ്പ് ബ്രഷസ്. ഇത്രയും ബ്രഷസ് ഉണ്ടെങ്കിൽ നമുക്കൊരു കംപ്ലീറ്റ് മേക്കപ്പ് ലുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. വീഡിയോ സജഷൻസ് എന്തെങ്കിലും ഉണ്ട് എന്ത് ചെയ്യുക, താഴെ വന്നിട്ട് കോമെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഫോർ ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.